അതൊരു മറുപടിയും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റ് സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞു, ഒരു കാട്ടാന ഇവിടെ ചെരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് പോലീസ് എത്തി, ഫോറസ്റ്റുകാരെത്തി. കാട്ടാന ചെരിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പോലീസും ഫോറസ്റ്റും എല്ലാം ഞൊടിയിടയിലെത്തി. നമസ്കാരം, ഞാൻ സജീവ് ജോസഫ്, ഇരിക്കൂർ MLA. സൺഡേ ശാലോം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ അതിരൂക്ഷമായി വരുന്ന വന്യമൃഗശല്യം സാമൂഹ്യ ജീവിതത്തെ ഏറെ ബാധിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ വളരെ കൃത്യമായ അടിയന്തരമായ ഇടപെടൽ ജനസമൂഹം ആഗ്രഹിക്കുകയാണ്, പ്രത്യേകിച്ച് മലയോരവാസികൾ. വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. മുൻപും നിരവധി വന്യമൃഗ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ഓരോ ദിവസവും വളരെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരും വയനാട് ജില്ലയിലും എന്നെ സംബന്ധിച്ച് എൻ്റെ സമീപ പ്രദേശങ്ങളെന്ന നിലയിൽ ഈ മലയോര മേഖലയിലെ നിരവധിയായ വന്യമൃഗ അക്രമങ്ങളെ നേരിട്ട് കണ്ടും അത്തരം സാഹചര്യങ്ങളെ അനുഭവിച്ചറിഞ്ഞും നിൽക്കുന്ന ഒരു ജനപ്രതി എന്ന നിലയിൽ വലിയൊരു ആശങ്കയോടെയാണ് ഞാൻ ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. സർക്കാരിൻ്റെ കൃത്യമായ അടിയന്തരമായ ഇടപെടൽ വേണം. വന്യമൃഗ അക്രമങ്ങൾ ഗൗരവമായി വർദ്ധിക്കുമ്പോഴും ഗുരുതരമായ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴും സർക്കാർ നിസ്സഹായതയോടെ നിർനിമേഷമായി നോക്കി നിൽക്കുന്ന കാഴ്ച വളരെ അപമാനകരമാണ്. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് വളരെ അപമാനകരമാണ്. മറ്റേത് മേഖലയിലാണെങ്കിലും സർക്കാർ ഇടപെടും, ഞങ്ങൾക്കറിയാം. പക്ഷേ കർഷകരെ ബാധിക്കുന്ന, ആദിവാസികളെ ബാധിക്കുന്ന, മലയോരത്തെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഈ പ്രതിസന്ധിയിലും ഒരു ലെവലേഷൻ താല്പര്യം കാണിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഈ ജനവിഭാഗങ്ങളോടുള്ള അവജ്ഞയും അവഗണനയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. എൻ്റെ നാട് ഉളിക്കലിലാണ്. എൻ്റെ തൊട്ടടുത്ത പ്രദേശത്താണ്, വീടിൻ്റെ തൊട്ടടുത്താണ് 3 മാസം മുമ്പ് ജോസ് എന്ന് പറയുന്ന അത്തപ്പറമ്പിൽ ജോസ് കാട്ടാനയുടെ ചവിട്ടേറ്റ് പിടഞ്ഞു വീട് മരിച്ചത്. വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഉളിക്കൽ പട്ടണം. ഈ 10 കിലോമീറ്റർ താണ്ടിയാണ് കാട്ടാന ഉളിക്കൽ പട്ടണത്തിലെത്തി അവിടെ ഭീതി വിതച്ച് അവിടെ വലിയ അതിക്രമങ്ങളുണ്ടാക്കി ജോസ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെ അവിടെ കുത്തി പരിക്കേൽപ്പിച്ച് വളരെ മൃഗീയമായി അവിടെ കൊലപ്പെടുത്തിയത് വളരെ ദാരുണമായ സംഭവമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള വള്ളിത്തോടിനടുത്തുള്ള ജസ്റ്റിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണ് കാട്ടാനയുടെ അതിക്രമത്തിൽ ജസ്റ്റിൻ്റെ ജീവൻ പൊലിഞ്ഞത്. ഭാര്യ പരിക്ക് പറ്റി ആശുപത്രിയിലായി. ജസ്റ്റിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്നും വിധവയായ പരിക്ക് പറ്റി ചികിത്സ തേടിയ ജസ്റ്റിൻ്റെ ഭാര്യ അൽഫോൻസയ്ക്ക് ജോലി നൽകണമെന്നുള്ള ആവശ്യവും സർക്കാരിൽ അന്ന് നൽകിയിട്ടുള്ള ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. നിരവധി സംഭവങ്ങളാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അക്രമം, വന്യമൃഗ അക്രമം വളരെ കേരളത്തിൽ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. മാനന്തവാടിയിലുണ്ടായിട്ടുള്ള സംഭവം ആദ്യ ദിവസം, അതിനുശേഷം വീണ്ടും തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത പ്രദേശത്ത് മാനന്തവാടിയിൽ 2ാമത്തെ ഒരാളും മരണപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ നിയമസഭയിൽ ഞങ്ങൾ പറയാറുണ്ട്, ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കാറുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷമില്ല. ഭരണപക്ഷ MLA-മാരുടെ മണ്ഡലത്തിൽ പോലും നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ അക്കാര്യം നിയമസഭയിൽ പറയുമ്പോഴും ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയരുമ്പോഴും സർക്കാർ ആ സമയം പല പ്രഖ്യാപനങ്ങൾ നടത്തും, വാഗ്ദാനങ്ങൾ നൽകും, പ്രതിരോധ നടപടികളെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കും. പക്ഷേ ആ വാക്കുകളൊക്കെ വെറും വാക്കുകളായി അവശേഷിക്കുകയാണ്, നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ കാലത്തെ പോലെയല്ല, അനുദിനം ഈ വന്യമൃഗശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യം, വളരെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള അടിയന്തര ഇടപെടലാണ് സർക്കാർ നടത്തേണ്ടത്. യുദ്ധസമാനമായ സാഹചര്യമാണ് മലയോര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വരുന്നത് കാഞ്ഞിരക്കൊല്ലിയിൽ നിന്നാണ്, ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ കാഞ്ഞിരക്കൊല്ലിയിൽ നിന്നാണ്. അവിടെ ഇന്നലെ മാവോയിസ്റ്റുകൾ അവിടെ കാട്ടാനയുടെ ആക്രമണമേറ്റ് അവിടെ ചിറ്റാരി എന്ന കോളനിയിൽ ഒരാളെ മറ്റ് സംഘാംഗങ്ങൾ ഉപേക്ഷിച്ച് കടന്നുപോയി. അവരെ പോലീസ് ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണ്. കാഞ്ഞിരക്കൊല്ലി പറയുന്ന പ്രദേശത്ത് പയ്യാവൂർ പഞ്ചായത്തിൻ്റെ വനാതിർത്തിയിൽ അവിടെ ഫെൻസിങ് നടപ്പിലാക്കിയതാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഫെൻസിങ് നടപടികളൊക്കെ പൂർത്തിയാക്കിയ സ്ഥലത്ത് പോലും കാട്ടാന ആക്രമണം തുടരുകയാണ്. അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് ആ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ദിവസങ്ങളോളം കാട്ടാന കൂട്ടങ്ങൾ ഇവിടെ എല്ലാ പ്രദേശങ്ങളും വന്ന് കൃഷിഭൂമികൾ പൂർണ്ണമായും നശിപ്പിക്കുന്നു. വീടുകൾക്ക് നേരെയുള്ള അക്രമം നടക്കുന്നു. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് മലയോരത്തെല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ അടിയന്തരമായി സർക്കാർ ഇടപെടാൻ വേണ്ടി നിരവധി തവണ ഞങ്ങൾ സമരങ്ങൾ നടത്തി, പ്രക്ഷോഭങ്ങൾ നടത്തി,
നിയമസഭയിൽ വിഷയങ്ങൾ ഉന്നയിച്ചു, സർക്കാരിൻ്റെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ വാഗ്ദാനങ്ങൾ മാത്രം ഇപ്പോൾ അവശേഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടാനുള്ളത്, ഇക്കാര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന നിലയിൽ തന്നെ കണക്കെടുത്തുകൊണ്ടുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് കേരളത്തിൽ നമുക്കിന്ന് ആവശ്യമുള്ളത്. ഒരു ജില്ല മാത്രമല്ല, കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇന്ന് വന്യമൃഗാക്രമത്തിൻ്റെ ഇരയായി മാറുകയാണ്. ബഹുമാനപ്പെട്ട വനം മന്ത്രി, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ, പക്ഷേ അദ്ദേഹം പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. അദ്ദേഹത്തിനടുത്ത് പരാതി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇക്കാര്യത്തിൽ കൂടുതലായി ഒന്നും ചെയ്യാൻ ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രി പദവി ഒഴിയാൻ അദ്ദേഹം തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഓരോ വിഷയത്തിൻ്റെ പൾസും കൃത്യമായി അറിയേണ്ടയാളാണ്, അറിയുന്നയാളാണ്. അറിയാഞ്ഞിട്ടല്ല, പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾക്ക് നടപടി സ്വീകരിക്കുന്നില്ല? എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞ് മാറാൻ സംസ്ഥാന ഗവൺമെൻറ് സാധിക്കില്ല. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റിനാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അതിന് വനം മന്ത്രിയെ മാത്രം ഉത്തരവാദപ്പെടുത്തി അതിനാവശ്യമായ ഫണ്ട് നൽകാതെ, അതിൽ കൃത്യമായ റിവ്യൂ നടത്താതെ, അതിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ആ കുറവുകൾ പരിഹരിക്കുന്നതിനൊന്നും ശ്രമിക്കാതെ കൈയെടുക്കാനുള്ള ശ്രമം അതൊരിക്കലും ഭൂഷണമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതാണ്. എത്രയോ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ മുഖ്യമന്ത്രി ആ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിക്കണം. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എല്ലാ ദിവസവും. ഇന്നിപ്പോൾ ഇതൊരു വാർത്ത പോലുമല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. കാരണം എല്ലാ ദിവസവും വാർത്തകൾ വരുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും ഇതൊരു വാർത്തയല്ലാതായി മാറുകയാണ്. കാരണം അത്രയേറെ സംഭവങ്ങളാണ് ഓരോ പ്രദേശത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ വനാതിർത്തി പങ്കിടുന്ന എല്ലാ മേഖലകളിലും ഈ വന്യമൃഗ അക്രമം പതിവായി മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, നഗരപ്രദേശങ്ങളിലേക്കും ഈ വന്യമൃഗ അക്രമങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോഴും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്, ഒന്ന്, പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ആനമതിലാണെങ്കിലും ഫെൻസിംഗ് ആണെങ്കിലും ഉചിതമായിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കണം. അതിനാവശ്യമായ ഫണ്ട് വേണം. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടില്ല. 48 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, അതൊരു നിയോജകമണ്ഡലത്തിൻ്റെ പ്രവർത്തനം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത തുകയാണ്. കേരളത്തിലെ ഭീതിതമായ സാഹചര്യത്തിൽ, പഴയ സാഹചര്യമല്ല, ഈ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള നടപടിയല്ലേ സർക്കാർ സ്വീകരിക്കേണ്ടത്? അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനെ ലാഘവബുദ്ധിയോടെയാണ് സർക്കാർ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ആനമതിലോ ഫെൻസിങ്ങോ അതുൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ എല്ലാ അഫക്റ്റഡ് മേഖലകളിലും ഉടനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുക, അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തുക, കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ വനസേനയുടെ, നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അവർക്കാവശ്യമായിട്ടുള്ള മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, അവർക്കാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ, അവർക്കാവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ, ഉപകരണങ്ങൾ, വന്യമൃഗങ്ങളെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, വെപ്പൺസ് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുക. അതിനാവശ്യമായിട്ടുള്ള ആവശ്യാനുസരണം അത് ലഭ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വന്യമൃഗ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. മരണപ്പെട്ട സംഭവങ്ങളിൽ പോലും ഇരകൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുന്നില്ല. 10 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മരണപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമുക്കറിയാം, ജീവന് പകരം വയ്ക്കാൻ പണത്തിന് സാധിക്കില്ല എന്ന് നമുക്കറിയാമെങ്കിലും അവിടെ കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ, കുടുംബനാഥം നഷ്ടപ്പെടുമ്പോൾ എങ്ങനെ ആ കുടുംബം മുന്നോട്ട് പോകുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം, അതിന് ആ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. സർക്കാർ അറിയാൻ മെനഞ്ഞിട്ടല്ല. അത് 30 ലക്ഷം രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണം. പരിക്ക് പറ്റുന്നവർക്കുള്ള ധനസഹായം, ചികിത്സാ ചെലവ് പൂർണ്ണമായും അത് ഉറപ്പുവരുത്താൻ സർക്കാർ ബാധ്യസ്ഥമാണ്.
അത് ഉറപ്പുവരുത്തണം. പരിക്ക് പറ്റിയവരെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല പലപ്പോഴും. അവരൊക്കെ തന്നെ ഒരു നിശ്ചിത തുക അവർക്ക് നൽകി ബാക്കി ചികിത്സാ ചെലവ് അവർ സ്വയം ഏറ്റെടുക്കേണ്ട അവസ്ഥ, അങ്ങനെ ചികിത്സിക്കാൻ കഴിയാതെ നിത്യരോഗികളായി കഴിയേണ്ട അവസ്ഥ, അതാണ് ഈ മേഖലയിൽ പരിക്ക് പറ്റിയവരെ സംബന്ധിച്ചുള്ളത്. അതുപോലെ തന്നെ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നവർ, അവരെ സംബന്ധിച്ച് സർവ്വതും നഷ്ടപ്പെടുന്ന, ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത്, വ്യക്തികളിൽ നിന്നും കടമെടുത്ത്, വട്ടിപ്പലിശക്കാരിൽ നിന്ന് കടമെടുത്തെല്ലാം തന്നെ ഈ കൃഷി ചെയ്യുന്ന, ആ കൃഷി പൂർണ്ണമായും വന്യമൃഗാക്രമത്തിൽ തകരുന്ന, ഇല്ലാതാകുന്ന, അവർക്ക് ജപ്തി നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യം വളരെ ഗൗരവമായി കാണേണ്ടതാണ്. അത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ ഈ കൃഷിനാശം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരം, അതിൻ്റെ തുക വളരെ നാമമാത്രമാണ്. ആ തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി സർക്കാർ അടിയന്തരമായി അത് തയ്യാറാകണം. മാത്രമല്ല അത് സമയബന്ധിതമായി കൊടുക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ 3 വർഷക്കാലത്തെ നഷ്ടപരിഹാര തുക ഇതുവരെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെയേറെ ഖേദകരമായ കാര്യമാണ്. അത് കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ കാട്ടാനയുടെ അക്രമത്തിൽ മരിച്ച, ഇന്നലെ മലപ്പുറത്തെ ഒരു സഹോദരൻ്റെ ഒരാൾ മരിച്ചതിൻ്റെ ഫലമായി ആ കുടുംബാംഗങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സമരാഗ്നി പരിപാടിയിൽ പരാതിയുമായി എത്തുന്നത് ഞാൻ കാണാനിടയായി. ആ കുടുംബത്തിന് ഇന്ന് വരെ പണം കിട്ടിയിട്ടില്ല. അവരെ സഹായിക്കാനുള്ള ഒരു ആശ്വാസ പദ്ധതിയും സർക്കാർ തയ്യാറായിട്ടില്ല. ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സംസ്ഥാനത്തെ നിരവധി സ്ഥലങ്ങളിൽ, നിരവധി പ്രദേശങ്ങളിൽ ഇതുപോലെ യാതൊരു പ്രതിഫലവും കിട്ടാതെ, നഷ്ടപരിഹാരം കിട്ടാതെ, കുടുംബങ്ങൾക്കുണ്ടായ ആ പ്രയാസങ്ങളിൽ സർക്കാരിൻ്റെ സഹായമൊന്നും കിട്ടാതെ ഇപ്പോഴും നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ എല്ലാം വേദന അത് സർക്കാർ കാണണം. അടിയന്തരമായി അതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള വീഴ്ച, പ്രായോഗികമല്ലാത്ത നടപടികൾ, നിയമങ്ങൾ, അതെല്ലാം പൊളിച്ചെഴുതേണ്ടത് ആവശ്യമാണ്. കേന്ദ്ര വന്യമൃഗ നിയമം അത് സംബന്ധിച്ചുള്ള ഒരു പുനരാലോചന വേണ്ട സമയമാണ് ഈ സന്ദർഭം. മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ഭരണഘടന അനുശാസിക്കുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് സുരക്ഷിതത്വമില്ലാതെ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ പലപ്പോഴും മനുഷ്യർക്കെതിരെയുള്ള നിയമങ്ങളായി ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പോൾ ആ നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്തി ആവശ്യമായ മാറ്റങ്ങൾ, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇത്തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള വന്യമൃഗങ്ങളെ ഇവിടെ ഇല്ലാതാക്കാനും അത് അത്തരത്തിൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അതിനെ കൊല്ലാനുമുള്ള നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം, അതിൻ്റെ വിഹിതം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കാനും അത് നൽകാനും സമയാസമയങ്ങളിൽ നൽകാനും സർക്കാർ തയ്യാറാകണം. മാത്രമല്ല നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ, ഒരുമിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. പല സംസ്ഥാനങ്ങളും വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ നിയോജകമണ്ഡലത്തിലെ സ്ഥലങ്ങൾ തന്നെ കർണാടകയുടെയും കേരളത്തിൻ്റെയും ഫോറസ്റ്റ് ഒരുമിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കർണാടകയുടെ വനത്തിൽ നിന്ന് വരുന്ന വന്യമൃഗങ്ങളെ സംബന്ധിച്ച്, അതുണ്ടാക്കുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് ഇരു സർക്കാരുകളും കൂട്ടായി ആലോചിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരാണ് നടത്തേണ്ടത്. അപ്പോൾ ഇരു സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട, സഹകരിച്ച് പ്രവർത്തിക്കേണ്ട, നഷ്ടങ്ങൾ ഒഴിവാക്കേണ്ട, ജീവഹാനിക്ക് അത് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങൾ അതാത് സംസ്ഥാന സർക്കാരുകൾ കൂടിയാലോചിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ പ്രജനന നിരക്ക് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള, പെറ്റുപെരുകയാണ് വന്യമൃഗങ്ങൾ, അതിനൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ അതാത് മേഖലയുടെ സാഹചര്യങ്ങൾക്കനുസൃതമായി നിയന്ത്രിക്കാൻ അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നമുക്കാവശ്യമാണ്. ഇതിലെല്ലാം അടിയന്തര പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പ്രമേയം മാത്രമല്ല, നടപടികളാണ് നമുക്കാവശ്യം. അതിന് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ആവശ്യം. ആദ്യം മാതൃകയായി സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആവശ്യമായിട്ടുള്ള ഒരു മുൻഗണനയും പ്രയോറിറ്റിയും ഇക്കാര്യത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത്. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ജനങ്ങളുടെ സഹകരണത്തോടെ ഈ മേഖലയിൽ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെ
പരിഹരിക്കാനും അഭിമുഖീകരിക്കാനും ജനങ്ങൾക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാനും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ കൃഷിയും അവരുടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നാട്ടിലെ സാഹചര്യങ്ങളും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളെല്ലാം ഒരു വ്യക്തിയും കാട്ടിൽ പോയി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളല്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഷയിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക? ജനങ്ങൾ അവരുടെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോൾ, അവരുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, അവരുടെ പറമ്പിൽ ജോലി ചെയ്യുമ്പോൾ, വനത്തിൽ നിന്നും മൃഗങ്ങളിറങ്ങി നാട്ടിലെത്തി പട്ടണങ്ങളിലെത്തി അതിക്രമം കാട്ടുമ്പോൾ അതിനെ എങ്ങനെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റായിട്ട് കാണാൻ സാധിക്കും? അടുത്ത കാലത്തൊന്നും തന്നെ വനത്തിൽ പോയി കാട്ടാനയുടെ അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ അക്രമത്തിൽ പരിക്കേറ്റ സംഭവങ്ങളെക്കുറിച്ചൊന്നും ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ദിവസങ്ങളുണ്ടാകുന്ന പരാതികളെല്ലാം പട്ടണങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും അതിർത്തി കടന്ന് എത്തുന്ന വന്യമൃഗങ്ങളെ സംബന്ധിച്ചാണ്. അവരിൽ നിന്നാണ് സംരക്ഷണം ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ പഴയകാലത്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ നമുക്കറിയാം, അത് നേരിടുന്ന കൽപ്പും ശേഷിയും ഒക്കെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് അതൊന്നും നിയമപരമായി നിരോധിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ പിന്നീട് വന്യമൃഗ നിയമം കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ അക്കാര്യത്തിൽ സർക്കാർ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനവാസ കേന്ദ്രങ്ങളിലേക്കും അവരുടെ വീടുകളിലേക്കും വന്യമൃഗങ്ങൾ എത്തുമ്പോൾ അതിനെ തടയാനും പ്രതിരോധിക്കാനും സുരക്ഷ ഒരുക്കാനും ആ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനനുസരിച്ചുള്ള നിയമം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തേണ്ടതാണ്. സംസ്ഥാന സർക്കാരിനും വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം അതിർത്തികൾ തുടർച്ചയായ അതിക്രമങ്ങൾ നടക്കുന്ന, വന്യമൃഗ അക്രമങ്ങൾ നടക്കുന്ന ഈ അതിർത്തികൾ കൊട്ടിയടയ്ക്കാൻ സർക്കാരിന് കഴിയണ്ടേ? കാലഘട്ടത്തിനനുസരിച്ച് അതിന് കഴിയണ്ടേ? അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കണ്ടേ? ഇവിടെ തന്നെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 1 രൂപ പോലും കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഈ മേഖലയിൽ ഫെൻസിങ്ങിനോ മറ്റേതെങ്കിലും നടപടികൾക്കോ സർക്കാർ അനുവദിച്ചിട്ടില്ല. 6 പഞ്ചായത്തുകൾ വനാതിർത്തി പങ്കിടുന്ന ഒരു നിയോജകമണ്ഡലമാണ്. കേരളത്തിലെ ഇങ്ങനെ ഒരു നിയോജകമണ്ഡലത്തിലും ഈ കഴിഞ്ഞ 7 വർഷം വേണ്ടത്ര ഫണ്ട് കിട്ടിയിട്ടില്ല. എൻ്റെ നിയോജകത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ 0 ഈ കാര്യത്തിൽ. നാട്ടുകാർക്ക് ഇതിനെ നേരിടാൻ നിയമപരമായി സർക്കാർ വിലക്കിയിരിക്കുകയാണ്. ഇന്ന് കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന് ഞാൻ വരുമ്പോൾ വളരെ ഹൃദയവേദനയോടെ ഒരു കർഷകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ അദ്ദേഹം അധ്വാനിച്ച് ഉണ്ടാക്കിയ എല്ലാ ഫലങ്ങളും കാട്ടാന വന്ന് അതിക്രമിച്ചു, എല്ലാം നശിപ്പിച്ചു. അദ്ദേഹം പോലീസിൽ വിളിച്ചു, ഫോറസ്റ്റിൽ വിളിച്ചു, അവരാരും വന്നില്ല, ഒന്നും ചെയ്തില്ല. ഒരു ദിവസം കഴിഞ്ഞാണ് യാതൊരു മറുപടിയും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റ് സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞു, ഒരു കാട്ടാന ഇവിടെ ചെരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം അങ്ങനെയെങ്കിലും ഒരു വരുമെന്ന് അദ്ദേഹം കരുതി. നിമിഷ നേരം കൊണ്ട് പോലീസ് എത്തി, ഫോറസ്റ്റുകാരെത്തി. കാട്ടാന ചെരിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പോലീസും ഫോറസ്റ്റും എല്ലാം ഞൊടിയിടയിലെത്തി. ഇവിടെയാണ് സർക്കാരിൻ്റെ പ്രയോറിറ്റി. എവിടെയാണ്? വന്യമൃഗങ്ങളെ ഏകപക്ഷീയമായി കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ മൃഗങ്ങൾ നാട്ടിലെത്തി, വീട്ടിലെത്തി, കൃഷിയും ജീവനും അപായപ്പെടുമ്പോൾ അവർ വിളിക്കുമ്പോൾ പോലീസ് വരുന്നില്ല, ഫോറസ്റ്റുകാർ വരുന്നില്ല, അവർക്ക് ബാധ്യതയില്ല. പക്ഷേ കാട്ടാന ചെരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കകം വരുന്നു. ഇതാണോ സർക്കാരിൻ്റെ പ്രയോറിറ്റി? മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഈ സംവിധാനം നമ്മുടെ നാടിന് ആപത്താണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടാകണം. നാട്ടുകാർ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും. കർഷകരുടെ കാര്യത്തിൽ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കുടിയേറ്റ കർഷകരോട് മാത്രമല്ല, എല്ലാ കർഷക വിഭാഗത്തോടും ഒരു ശത്രുവിനെ കാണുന്ന പോലെയാണ് കർഷകരെ കാണുന്നത്. അത് ഓരോ നിലപാടുകളിലും നടപടികളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗവൺമെൻറ് പറയാൻ സാധിക്കുമോ കൃഷിക്കാർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്? അവർക്കും പറയാൻ സാധിക്കില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അവർക്ക് വായ്പയെടുത്ത് അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അവരെ ബാങ്കുകൾ ഇന്ന് ഭീഷണിപ്പെടുത്തുന്ന, ജപ്തി ചെയ്യുന്ന, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ്. അപ്പോഴൊന്നും സർക്കാർ ഇത് കാണുന്നില്ല. നെൽകർഷകരുടെ കാര്യം, കശുവണ്ടി കർഷകരുടെ കാര്യം,
കാപ്പി കർഷകരുടെ കാര്യം, അങ്ങനെ എല്ലാ മേഖലയിലെയും സമസ്ത മേഖലയിലെയും കർഷകരുടെ കാര്യം വളരെ ഗൗരവമായ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നാളികേര കർഷകർ വളരെ വിഷമകരമായ ചുറ്റുപാടിലൂടെ കടന്നു പോകുന്നു. കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്ന അവസ്ഥയാണ്. ഈ വന്യമൃഗ ശല്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ കാർഷിക മേഖലയോടുള്ള അവഗണനയാണ്. കാരണം ഇന്ന് കൃഷി ചെയ്യുന്നില്ല. ഈ വനാതിർത്തി പങ്കിടുന്ന മേഖലകളെല്ലാം നല്ല കൃഷിയിടങ്ങളായിരുന്നു. അവിടെ ഇപ്പോൾ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കൃഷി ചെയ്താൽ ഒന്നും കിട്ടാനില്ല. അങ്ങനെ കൃഷി ചെയ്യാത്ത ആ ഭൂമികൾ ഇപ്പോൾ ഒരു സ്വാഭാവിക വനമായി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കാട്ടാനകൾ വനത്തിലല്ല, ഈ സ്വാഭാവിക വനത്തിലേക്ക്, നാട്ടിലേക്കാണ് കടന്നിരിക്കുന്നത്. അങ്ങനെ ഈ മലമുകളിൽ നിന്നും താമസിച്ചിരുന്ന നമ്മുടെ കർഷകർ കൃഷി ചെയ്യാതെ പലരും താഴോട്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല ഒന്നാകെ ഇപ്പോൾ വനപ്രദേശമായി രൂപപ്പെട്ടു വരുന്നു. വന്യമൃഗങ്ങൾ മെല്ലെ മെല്ലെ താഴോട്ടിറങ്ങി വരുന്നു. നമുക്കറിയാം, സമീപഭാവിയിൽ പട്ടണ പ്രദേശങ്ങളിലേക്കും വന്യമൃഗങ്ങൾ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാർഷിക മേഖലയോടുള്ള അവഗണനയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വന്യമൃഗശല്യത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന കാര്യം കൂടി ഈ സന്ദർഭം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്.